നല്ല സ്മെല്ല്. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് അതാന്ന് കാണിച്ചിട്ടെ. ഇത് വേറെ ഒന്നുമല്ല, റോസ്മേരി, കറിവേപ്പില, കുറച്ച് ഉലുവ, ഇത് ചെമ്പരത്തി ഉണക്കിയത്, പിന്നെ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം സവോള. വരുന്നതിനനുസരിച്ച് ഞാൻ ആദ്യം ചെയ്ത് സവോളയിൽ ഒനിയൻ ഇടുന്നതാണ് കേട്ടോ. ഒനിയൻ ഇട്ടിട്ടുണ്ട്, കാരണം ഒനിയന് പാകമാവാൻ കുറച്ച് സമയം എടുത്തതിൽ. ശരിക്കും ഈ ഒനിയൻ ഉണ്ടല്ലോ, നമ്മൾ അരച്ച് നീരെടുത്തിട്ട് അങ്ങനെ അരിച്ചിട്ട് നല്ല തേച്ചൊക്കെ മുടി കൊഴിച്ചിൽ സ്വിച്ച് ഇട്ടോണം നിൽക്കും. കാരണം അത് ഞാൻ പണ്ടൊരിക്കൽ ചെയ്തിട്ടുണ്ടാകും. എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. വൺസ് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ വെള്ളം മാറി കുളിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഹെയർ ലോസ് ഉണ്ടായിരുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതാ കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില മാത്രം കേട്ടോ. അപ്പം മണം വന്നു തുടങ്ങി എനിക്ക്. നമ്മൾ ഇതാ ചെമ്പരത്തിയാണ്, ഉണങ്ങിയ ചെമ്പരത്തി. അതിട്ടൊരു 2 സെക്കൻഡ് 2-3 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉലുവ ഇടാൻ പോവാണ്. ഇതിൽ അവസാനമാണ് ഞാൻ റോസ്മേരി ചേർക്കണത്. ഞാൻ റോസ്മേരി ഇടുകയാണ് കേട്ടോ. ഇതിൽ ഓരോ ഐറ്റംസ് ഇടുമ്പോൾ ഇതിന് സ്മെല്ലിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ലോണം മൂത്ത്. ശരിക്കും ഇതിൽ കറ്റാർവാഴ ഇടാം. കറ്റാർവാഴ ഉണ്ട്, പക്ഷെ ഞാൻ ഇടണ്ട വെച്ചിട്ടാണ്. നല്ലൊരു സ്മെല്ല് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ പാകമായിട്ടുണ്ട്, നല്ല മണം വന്ന് ഫുള്ളായിട്ട് പൊട്ടി കരിവേപ്പിലൊക്കെ പൊടിഞ്ഞ് പോകുന്നുണ്ട് കയ്യിലെടുക്കുമ്പോൾ. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2-3 കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ച് ചൂടാറിയിട്ടുണ്ട്, മിക്സാക്കി വെച്ചു. പതുക്കെ ഒരു സ്പ്രെയർ ബോട്ടിലിട്ട് സ്പ്രേ ചെയ്ത് ബോട്ടിലിട്ട് വെച്ചടച്ചതിന് ശേഷം കണ്ട ഫുള്ള് കൊഴിച്ചിലുണ്ടായിരുന്നു. നല്ലപോലെ ഹെയർ എനിക്ക് ലൂസ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു 1/2 അവർ തലയിൽ വെച്ച ശേഷം ഹെയർ വാഷ് ചെയ്യും. അയ്യോ, നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്. എന്നിട്ട് നമുക്കൊരു മാസം നോക്കിയതിന് ശേഷം വ്യത്യാസം നോക്കാം. ഇത്രയും ഹെയർ എൻ്റെ കണ്ടില്ലേ? ഓ മൈ ഗോഡ്, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പിന്നീട് പറയാം. അപ്പം ഓക്കേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.